ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ചർച്ച ജസ്ന സലീം വീട് വെക്കുന്നു അല്ലേ? ഞാൻ 6 മാസങ്ങൾക്ക് മുമ്പ് എങ്ങാനും എൻ്റെ വീട് പണി പകുതി കഴിഞ്ഞിട്ടുണ്ടോലേ, ഞാൻ ഇപ്പോഴാണ് തറക്കല്ലിടുന്നത്. ഞാൻ എപ്പോഴെങ്കിലും തറക്കല്ലിട്ടാൽ നിങ്ങൾക്കൊക്കെ എന്താ? നിങ്ങളുടെയൊക്കെ ആരെങ്കിലും വീട്ടിലേക്കാണോ ഞാൻ വരുന്നത്? നിങ്ങളോട് ആരെങ്കിലും എനിക്ക് വീട് പണി എടുത്ത് തരണം എന്ന് നിൽക്കുമോ? വേണ്ട. നിങ്ങൾ ആരുടെത്തെങ്കിലേക്കും ഞാൻ സ്കാനർ അയച്ചിട്ടുണ്ടോ? അല്ല തരിത്തള്ളേ, നീ എൻ്റെ കേസ് എടുക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. നീ നിൻ്റെ കൂട്ടക്കാരോട് എന്താ എന്നെക്കുറിച്ച് വീഡിയോ ഇട്ടത്? വീടൊരു എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം ഒരാൾ നിറവേറ്റുന്നത് കാണുമ്പോൾ ഇങ്ങനെ കുത്തൽ ശരിയല്ല കേട്ടോ തള്ളേ. പിന്നെ നമ്മുടെ പാലക്കൽ അമ്മായി. അല്ല അമ്മായിയേ, നിൻ്റെ ജസ്റ്റിൻ്റെ കാമുകിക്ക് ഏടെ വീടുണ്ട് എന്നാ പറഞ്ഞേ? അതിന് എനിക്കെന്ത് വേണടി? നിൻ്റെ ഓട്ടോ മൊട്ടൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് കണ്ടിട്ട് നീ ഓൻ്റെ കൂടെ ചാടിപ്പോയതല്ലേടി? ഇനി നിനക്ക് വീടുണ്ടേ എനിക്കെന്താടി? ഇനി മച്ചിക്ക് വീടുണ്ടേ എനിക്കെന്താ? നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തേക്ക് ഞാൻ വന്നിട്ടുണ്ടോ എനിക്ക് വീട് വെച്ച് തരാൻ സഹായത്തിന് വേണ്ടിയിട്ട്? അല്ല, നിങ്ങൾക്കാർക്കും ഞാൻ വരയ്ക്കുന്നത് ഒരു വിഷയമല്ല എന്നാണല്ലോ പറയൽ. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്ന വിഷയമായി വന്നത്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾക്കാർക്കും ഞാൻ വരയ്ക്കുന്നത് വിഷയമല്ലോ അല്ലേ? എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ, ഗുരുവായൂരേക്ക് പോകുന്നതാണ് വിഷയം. ഞാനിപ്പോൾ ഗുരുവായൂരേക്ക് പോകുന്നില്ലല്ലോ, പിന്നെയൊക്കെ നീയൊക്കെ എന്തിനാണ് എൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ പാലക്കൽ അമ്മായിയെ? നിന്നെപ്പോലെ ഞാൻ സ്കാനർ ഇട്ടിട്ട് വല്ലതും തരണേ അമ്മ അയ്യാന്ന് ചൊല്ലിയിട്ടുണ്ടോ? ഞാൻ വീടെടുക്കുന്നുണ്ടെങ്കിൽ ഞാനത് നയിച്ചിട്ടാണ്. ഞാൻ ഇന്നോ ഇന്നലെയോ മിനിയാന്നോ തറയിട്ടോട്ടെ, ഇനി 2 കൊല്ലം മുമ്പ് ഞാൻ തറയിട്ടോട്ടെ. നിനക്കൊക്കെ എന്താ? നിൻ്റെയൊക്കെ ചിലവിനാണോ ഞാൻ ജീവിക്കുന്നത്? ഈ അമ്മായിക്ക് ഇങ്ങനെ കുത്തിക്കയറിയായിരുന്നു. ഞാൻ 1 കൊല്ലം മുമ്പേ, 6 മാസം മുമ്പെയോ 2 കൊല്ലം മുമ്പെയോ എൻ്റെ വീടിൻ്റെ പണി തീർത്തോട്ടെ. നിൻ്റെ ഒന്നും അടുത്തേക്ക് വന്നിട്ടില്ലാലോ. നിന്നെപ്പോലെ രാഷ്ട്രീയം കളിച്ചിട്ട് ആരോടും പൈസ മേടിച്ചിട്ടില്ലാലോ. പിന്നെ നിനക്കൊക്കെ എന്താ പ്രശ്നം? നീയൊക്കെ നായികക്ക് 140 പ്രാവശ്യം പറയുന്നു ഓള് വരച്ചോട്ടെ, ഓളെ വരനെ ഞങ്ങൾ എന്ത് ചെയ്തുന്ന്. പിന്നെ എങ്ങനെയാടി നീ എൻ്റെ വരനെ പറ്റി പറയാം? ഇനിയിപ്പോൾ വേണ്ട, എന്നോടാരും ഫോട്ടോ മേടിക്കണ്ട. എന്നാലെന്താ, എനിക്ക് ജീവിക്കാൻ പറ്റൂലേ? പറ്റൂല എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ചിത്രവര ഇല്ലാത്തതിൻ്റെ മുമ്പ് ഞാൻ ജീവിച്ചിട്ടില്ലേ? 22 വയസ്സ് വരെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. 23ാമത്തെ വയസ്സ് തൊട്ടിട്ടാണ് ഞാൻ വര തുടങ്ങിയത്. 23 അല്ല, 21 വയസ്സ് തൊട്ടിട്ട് ഞാൻ വര തുടങ്ങിയത്. അതുവരെ ഞാൻ ജീവിച്ചിട്ടില്ലേ? അതുവരെ ഞാൻ എന്തായിട്ടഴിഞ്ഞും വാഴി കഴിഞ്ഞും ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ വിചാരം ഈ ചിത്രവരല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നുണ്ടോ? എനിക്ക് നല്ല അസലൊരു പണി അറിയാം. നിന്നെയൊന്നും മാതിരി കൂട്ടിക്കൊടുപ്പല്ല എനിക്കറിയാവുക. എൻ്റെ വാപ്പനെ ഒരു പണി പഠിപ്പിച്ചിട്ടുണ്ട്, സ്റ്റിയറിങ് പിടിക്കാൻ. ആ സ്റ്റിയറിങ് പിടിക്കാൻ അറിയാവുന്നിടത്തോളം കാലം ലോകത്തൊരു മനുഷ്യനും എവിടെ പോയാലും പട്ടിണി കിടക്കേണ്ടി വരില്ല. എൻ്റെ വാപ്പനെ പഠിപ്പിച്ചതാ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഞാൻ എന്നോ വീട് പണി കഴിക്കുകയെ, എന്നോ വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയെ എന്തോ ചെയ്തോട്ടെ. നിങ്ങൾ ആരെയും ബാധിക്കുന്നൊരു കേസല്ല. ഇടിത്തേറി തള്ളേ, നിന്നെയും ബാധിക്കുന്ന കേസല്ല. നിൻ്റെ മോൻ എന്നോട് കാമം തോന്നിയതിന് ശേഷം നീ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. നിൻ്റെ മോൻ്റെ വിവരങ്ങൾ ഞാൻ പുറത്ത് പറയാതെ നിന്നപ്പം അടങ്ങൂലല്ലേ? നിൻ്റെ മോനെ നീ ഇപ്പം എന്താ സോഷ്യൽ മീഡിയക്ക് മുമ്പ് കൊണ്ടുവരാത്തത്? പാവം ചെക്കന്. അപ്പം പിന്നെ മച്ചിനോട്, മച്ചിയെ അനങ്ങിയാൽ നീ ഈ ഷീറ്റിനും ഫ്രെയിമിനൊക്കെ പൈസ ചോദിക്കുന്നുണ്ടല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഡോർ തുറന്നിട്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ വീട് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുരു പൊട്ടുന്ന ആൾക്കാരടുത്ത് ഞാൻ വീട് വെക്കുകയും ചെയ്യും, ഞാൻ അതിൽ താമസിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളവിടെ വിഷയവും പിടിച്ച് കുത്തിരണം. പിന്നെ എടി പാലക്കൽ തള്ളേ, ഓർഡറില്ലെങ്കിലും ഞാൻ ജീവിച്ചു പോകും. ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ ഓർഡർ ഇല്ലാണ്ട് നിൽക്കുമ്പം ഇതിലങ്ങനെ പോകുന്ന ഒരു ഓട്ടോ ഡ്രൈവർമാരുടെ മേക്കിട്ടും കയറാൻ പോവില്ല. ഓട്ടോ ഡ്രൈവറോട് എന്നെ വിവാഹം കഴിക്കണേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കൂല. 2 വിവാഹം കഴിക്കുന്നത് ഇത്രമാത്രം തെറ്റാണോ? അല്ല. അമ്മ വേലി ചാടിയ മോള് മതിൽ ചാടും, മോള് മതിൽ ചാടിയ മോളുടെ മോള് ബിൽഡിങ് ചാടും. പിന്നെ തെരിത്തള്ളനോടും കൂട്ടക്കാരോടുകൂടി കേട്ടാ നിങ്ങൾ പറ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പറ. പറഞ്ഞുകൊണ്ടിരിക്കാൻ ആർക്കും പറ്റും, ജീവിതത്തിൽ വിജയിക്കാൻ
അത് ചിലർക്കേ പറ്റുള്ളൂ. പിന്നെ പാലക്കലമ്മായിയെ ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ട്, നിന്നാൽ എനിക്ക് ജീവിക്കാൻ, എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല എന്ന്. ഇനിയും നീ ഇത് തുടരുകച്ചാൽ ഞങ്ങൾ ജീവൻ കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. അത് ജീവിക്കാനുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെയെങ്കിലും നീ ഒന്ന് അഴിക്കുള്ളിലാവണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട്. എനിക്ക് ജീവൻ കൊടുക്കാൻ വലിയ മടിയൊന്നുമുള്ള ഒരാളല്ല. SIനോട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഡീറ്റെയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നീ തുടർച്ചയായിട്ടും നീ പറയുന്നുണ്ടല്ലേ 18 പീഡന കേസ്. മോനെ, എൻ്റെ ചെയിനൊന്ന് എടുത്തിട്ട് വാ, അളമാറയുണ്ട്. പാലക്കൽ അമ്മായിക്ക് ഉള്ളൊരു ബെറ്റാണ് ഇതിലൂടെ. വേഗം കൊണ്ടെത്താം. 7 പവൻ്റെ മാല ഞാൻ തരാം. 7 7 പവന് ഏകദേശം 1 പവന് 70,000 രൂപ കിട്ടും. 7 പവൻ്റെ ഒരു മാല ഞാൻ നിനക്ക് തരാതള്ളേ. 7 പവനുണ്ട്. ഇത് പാലക്കൽ തള്ളക്ക് ഞാൻ സ്പോൺസർ ചെയ്യാം. നീ പറഞ്ഞില്ലേ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിട്ടുണ്ടെന്ന്. ആ 18 പീഡന കേസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ കൊണ്ടെത്താം. ചത്തുപോയ നിൻ്റെ തന്തക്ക് നീ ഉണ്ടായതാണേ കേട്ടോ. 7 പവൻ്റെ മാല. ഇനി 916 ആണോ എന്നറിയാൻ വേണമെങ്കിൽ അതും ഞാൻ കാണിച്ചു തരാം, ബില്ലും കാണിച്ചു തരാം. പിന്നെ ഇനി എൻ്റെ വീടോർത്ത് നിങ്ങൾ ബേജാറാവണ്ട. ഞാൻ ഏതായാലും എവിടെയും സ്കാനർ ഇട്ടിട്ട് പൈസ പിരിവിട്ടിട്ടൊന്നുമല്ല വീടെടുക്കുന്നത്. നല്ല അന്തസ്സിന് നയിച്ചിട്ടാണ് വീടെടുക്കുന്നത്. അതോർത്തും നിങ്ങൾ ബേജാറാവണ്ട. ഈ കുശുമ്പ് എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്നതാ, അതും ഈ സ്ത്രീകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ തെരുത്തള്ളേ, മോനോട് ഞാൻ അന്വേഷിച്ചതായിട്ട് പറ. ഏതായാലും ചെക്കൻ ഡിപ്രഷനിലാണെന്നും ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം നാട്ടുകാരെല്ലാവരും ചെക്കൻ്റെ സ്വഭാവം അറിഞ്ഞല്ലോ, അതിനാൽ ഡിപ്രഷൻ ഉണ്ടാവും എന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ടാണ് അമ്മ മകനെ വെളിച്ചത്ത് കാണിക്കാത്തതെന്നും എനിക്കറിയാം. പിന്നെ മച്ചിനോട്, നീ റോട്ടുമ്മ കിടന്നിട്ട് കുട്ടിപ്പാവാട എടുത്ത് തുള്ളുന്നതേ നിനക്ക് നടക്കുള്ളൂടി. നീ എൻ്റെ പുറകെ നടന്ന് തുള്ളിയിട്ട് കാര്യമല്ല. പിന്നെ അമ്മായിനോട് 7 പവൻ്റെ മാല കേട്ടോ. അപ്പോൾ അമ്മായിയെ, എൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ ഇനിയും വരുന്നുണ്ട്, കാത്തിരിക്കണം കേട്ടോ. ഫേസ്ബുക്കിൽ ഏതായാലും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിനക്ക് എൻ്റെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് എടുത്തിട്ട് തന്നെ നോക്കണം കേട്ടോ അമ്മായിയെ. അപ്പോൾ അവൾ വരിക്കുന്നത് ഞങ്ങൾക്കൊരു വിഷയവുമല്ല. അവൾ ഗുരുവായൂർ നടയിൽ കയറിയതാണ് ഞങ്ങളെപ്പോലുള്ള ഹൈന്ദവർ അവൾക്കെതിരെ തിരിയാൻ എന്ന് പറഞ്ഞ അമ്മായി മൊയന്തക്ക് നന്ദി, നമസ്കാരം.